ഞാനിപ്പോൾ ഉള്ളത് ഡിംഗിലി ക്ലിഫിലാണ് കേട്ടോ. മാൾട്ടയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ലിഫാണ് ഡിംഗിലി ക്ലിഫ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പിക്ചർസ്ക്യൂ വില്ലേജിലാണ് കേട്ടോ. പിന്നെ ഇവിടെ മേലെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിരുന്നു. ഈ കാണുന്നത് മെഡിറ്ററേനിയൻ കുറച്ചു നേരം ഞാനവിടെ വിശ്രമിച്ചിരുന്നു. കാരണം ഒരുപാട് കയറി വന്നിട്ടാണെങ്കിൽ വയ്യാണ്ടുമായി. കുറച്ചു നേരം ഞാൻ ആ ഒരു ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഗൺ ഷോട്ടിൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ. കാണുന്നത് ആ ഒരു ക്ലിഫിൻ്റെ ഒരു എഡ്ജാണ് കേട്ടോ. ചാടുന്ന വഴിക്ക് എൻ്റെ സൺഗ്ലാസ് താഴെ വീണു. ഒന്നും പറ്റിയൊന്നുമില്ല. പിന്നെ കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കൊക്കയിലോട്ട് പോകുന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഓരോ ചൂട് സൂക്ഷിച്ച് വേണം അവിടെ വെക്കാനായിട്ട്. നമ്മുടെ നാട്ടിലത്തെ ചെറിയ തോടും മലയൊക്കെ ചാടി കടന്നുള്ള പരിചയമുണ്ടെന്നല്ലാണ്ട് ഇങ്ങനൊരു ക്ലിഫ് ക്ലൈംബ് ചെയ്യണത് ആദ്യമായിട്ടാണ്. മാത്രമല്ല ഈ സൈഡിൽ കാണുന്നതൊക്കെ മുള്ളുകളാണ് കേട്ടോ. ാണ് നടന്നത്. ഈ കാണുന്നത് ബങ്കറുകളാണ് കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധ കാലത്തൊക്കെ മാൾട്ടീസുകാർ ഉപയോഗിച്ച ബങ്കറുകളാണിത്. ഇത് ലോക്ക് ചെയ്തിട്ടേക്കാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളിൽ കയറി അതിൻ്റെ ഒരു വ്യൂവും കൂടി എടുത്തേനെ. പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പലക കഷ്ണങ്ങളും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ പറ്റി. വേറെ ഒന്നും കണ്ടില്ല. ഈ ക്ലിഫ് മുഴുവനും ഇതുപോലുള്ള ചെറിയ ചെറിയ ഗുഹകളും അങ്ങനെയുള്ള കാഴ്ച ചെറിയ കല്ലുംകൂട്ടൊക്കെ ഉള്ളൊരു ഏരിയയിലേക്ക് എത്തി. ഇതാണെങ്കിൽ ഫുള്ള് മരക്കമ്പും ചില്ലകളും ചവറും ചപ്പും ഇതൊക്കെ ഉള്ളൊരു വഴിയായിരുന്നു. ഇവിടെ എന്തൊക്കെയോ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയില്ല, മാൾട്ടീസ് ഐലൻഡിൽ പാമ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും വൈൽഡ് ആനിമൽസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ളൊരു തോട്ടും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ കാണുന്നത് ആ കുന്നിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഈ കുന്നിൻ ചെരുവിലെ ഏറ്റവും നല്ലൊരു കാഴ്ച കൂടിയാണ് കേട്ടോ ഇത്. ചെറിയ ചെറിയ ഒരുപാട് പൂക്കൾ, പല നിറത്തിലുള്ള പൂക്കൾ. ഈ കുന്നിൻ ചെരുവ് ഫുള്ള് അങ്ങനെ തന്നെയാണ്. ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. കടലും അതിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ക്ലിഫും കുന്നുകളും അല്ലേ, വളരെ മനോഹരം. ഒന്നും പറയാനില്ല.
കയറരുത്. പിന്നെ ആ കാണുന്നത് അവിടെ ഒരു ബോൾ പോലെ ഒരു ഇത് വെച്ചിട്ടില്ലേ, അത് ഇവിടുത്തെ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ സിഗ്നൽ ഒക്കെ ഉള്ള എന്തോ ഒരു സെറ്റപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ താഴെ കാണുന്നത് കുറച്ച് ഫാമിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. ഇതൊരു മാൾട്ടി ചേച്ചിയാണ്, ഇവിടെ ഒരു ഫുഡ് ട്രക്ക് നടത്തുന്നതാണ്. പുള്ളിക്കാരിയോട് ഞാൻ ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് പറയാനായിട്ട് ചോദിച്ചു. The sale, business, everything. Stingli Cliffs is the highest point of Malta. Okay. But it's a nice place, huh? Very good. This is a chapel. It's dedicated for Saint Mary Magdalene. Yes, ma'am. And the highest of the cliffs is Okay. on that side. Okay. Huh? That's why. And when the weather is very clear, you see also Sicily from here, from the top of that farm. You see the Sicily is Okay. the Etna. Okay. Thank you so much, You're ma'am. welcome. Good. And she helped me a lot about to know this place. She is running a food truck. Yes. And I also buy some food from here. Very nice. Thank you. Thank you so Thank much. you. What is your name? Carmen. 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 Thank you so much. Thank you. Bye. Sorry. Thank you. ഈ കാണുന്നത് ആ ഒരു ക്ലിഫിൻ്റെ ഒരു എഡ്ജും അതുപോലെ തന്നെ നമ്മുടെ ചാപ്പലിൻ്റെ ബാക്ക് സൈഡ് ഒരു ബാൽക്കണി. അത്യാവശ്യം ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൂറിസ്റ്റുകൾക്കൊക്കെ വന്നിട്ട് ആ ഒരു കാഴ്ച അതിമനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ആ ഒരു എഡ്ജിൽ കൂടെ പയ്യാണ് നടക്കണത്, കാരണം കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. എന്നിരുന്നാലും ആ ഒരു വ്യൂ എനിക്ക് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പയ്യെ ആ ഒരു എഡ്ജിലൂടെ നടന്നു. ആ ഒരു ഗൺ ഷൂട്ട് കേൾക്കുന്ന ഒരു സൗണ്ട് ഉണ്ടെന്ന്, ആ സൗണ്ട് വേറെ ഒന്നുമല്ലായിരുന്നു, നമ്മുടെ മാൾട്ടി ചേച്ചി പറഞ്ഞ പോലെ അവിടെ ഈ ഹണ്ടിങ് സീസണാണ് ഇപ്പോൾ. അതായത് ബേഡ്സിനെയൊക്കെ ഹണ്ട് ചെയ്യുന്ന അവരുടെ ഒരു ചെറിയൊരു വിനോദം ആണത്. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഹണ്ടിങ് നടക്കുന്നതിൻ്റെ ഗൺ ഷൂട്ടാണ് നമ്മൾ നേരത്തെ സൗണ്ടൊക്കെ കേട്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ ഇത് ആസ്വദിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.